ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണേ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ ഉച്ച വരെയുള്ളൊരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, രാത്രി തൊട്ടേ മഴയായിരുന്നു. ഇവിടെ ഇടി മഴയൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി ഒരാൾ ഇടിവെട്ടി മരിക്കുകയൊക്കെ ചെയ്തു ഇവിടെ ബോർഡറിൽ. അപ്പം നല്ല മഴയാണ്. അപ്പം ഇവിടെ ഫുള്ള് മഴയൊക്കെ ഇങ്ങനെ നനഞ്ഞ് മരങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ നല്ല രസമുണ്ട്. പക്ഷേ ബാൽക്കണിയൊക്കെ നനയണോണ്ട് എനിക്കിഷ്ടമല്ല ഈ മഴ ഇങ്ങനെ പെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ മക്കൾ ഉണർന്നിട്ടുണ്ട്, ഇളയാൾ ഉണർന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവനൊന്ന് റെഡിയാക്കിയിട്ട് പിന്നെ വന്ന് നമുക്കൊരു അക്വേറിയം ഉണ്ട്, ചെറിയൊരു അക്വേറിയമാണ്. അപ്പോൾ അതിനകത്ത് ഫിഷ് ഒരു 8-10 ഉണ്ട്. അപ്പോൾ അതിന് ഫുഡ് കൊടുക്കുക. എൻ്റെ ജോലിയല്ലായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ അതിന് ഫുഡെല്ലാം കൊടുത്തു. അപ്പോൾ അവർ വന്ന് പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ് നല്ല ഭംഗിയാണ്. ഇത്രയും നേരം വിശന്നിരുന്നിട്ട് കഴിക്കുക. പെട്ടെന്ന് കുഞ്ഞു മീനൊന്നും കൊടുക്കത്തില്ല, വലിയ മീൻ പെട്ടെന്ന് കഴിച്ചു തീർക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നൂഡിൽസാണ്. അപ്പോൾ നൂഡിൽസ് വൈകുന്നേരം എൻ്റെ മോൻ പറഞ്ഞിട്ടാണ് കിടന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് വേണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം നൂഡിൽസ് പൊട്ടിച്ച് ഒരു പാത്രത്തിനകത്ത് ഇട്ട ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ നേരത്ത് ഞാൻ ഇതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ നല്ല തിളച്ച് വെന്ത ശേഷം നമുക്ക് ഒരു അരിപ്പയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഈ വെള്ളം സ്റ്റാർച്ച് ഫുള്ള് നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന 2 മുട്ടയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം ഞാൻ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ടയിൽ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് നന്നായിട്ട് അടിച്ചും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഞാൻ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ, അതായത് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തെ നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റും ഒരു മണമൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അതാണ് ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളി ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നൂഡിൽസൊക്കെ വെന്ത് വന്ന് ഞാനത് അരിപ്പയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ സ്റ്റാർച്ച് നമുക്ക് പോയി കിട്ടും. പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ച ശേഷം അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും. ജീരകം ഒന്ന് ചെറിയ ജീരകമാണ് പൊട്ടിച്ച ശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി എല്ലാ പച്ചക്കറിയും നമുക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ഒന്നും വേണ്ട, ഒരു പച്ച കടിക്കണം അതുപോലെ, അതായത് കുറച്ചൊന്ന് ഇതായിട്ട് വരണം. അതിന് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് പച്ചക്കറി നമുക്ക് ആവശ്യമുള്ള ക്യാപ്സിക്കം ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റാണ് നമ്മളിത് കഴിക്കാനായിട്ട്. ബാക്കി സവാളയും അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കണതും കൂടി ഇതിനകത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം കൂടി ഒരു സൈഡിലോട്ടാക്കിയ ശേഷം ആ എണ്ണ ഇങ്ങോട്ട് മാറ്റി വെച്ച് അതിനകത്തോട്ട് നമുക്ക് നമ്മളെ മുട്ട ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മുട്ടയിട്ട് ആദ്യം തന്നെ മുട്ട ഫുള്ള് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. റൗണ്ടായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് മൊരിഞ്ഞ് വന്ന ശേഷം മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യാവൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞു പോകും. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് അതിനുശേഷം മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാവൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ പച്ചക്കറികളുടെ കൂടെ കൂട്ടിയിട്ട് എന്തോ പോലെ ആയിപ്പോയി. ഇതുപോലെ ആദ്യം മുട്ട ഒറ്റയ്ക്ക് തന്നെ നമ്മളൊന്ന് ചിക്കി എടുത്ത ശേഷം നമുക്കിങ്ങനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മാഗി മസാല, ഒരു പാക്കറ്റ് മാഗി മസാലയിൽ പകുതി ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നമ്മൾ ഈ വെജിറ്റബിൾസിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ നൂഡിൽസ് ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇട്ട ശേഷം ഇതായി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചുമ്മാതെ നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ശേഷം മാഗിയും ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇത് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ മോൻ നന്നായിട്ട് കഴിച്ചു. എൻ്റെ ഇളയ മോനും ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചു. അതിനുശേഷം അവന്മാർ അവൻ എന്തൊക്കെ എഴുതാനൊക്കെ എടുത്തു വെച്ചപ്പോഴത്തേക്ക് ഇളയാൾ മൂത്താളിനെ എഴുതാനും പഠിക്കാനും ഒന്നിനും സമ്മതിക്കത്തില്ല. അവൻ എപ്പോഴും അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കണം. അവൻ ചെന്ന് കുരുത്തക്കേട് കാണിച്ചു. അതിൻ്റെ ഇടയിൽ അവൻ്റെ കാലൊക്കെ കയറി തട്ടി, പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് പിന്നെയും പോയി. അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം പോണത്. എപ്പോഴും ഇതന്നെ പരിപാടി. അവൻ എപ്പോഴും പോലും അവനോട് വഴക്കൂടിക്കൊണ്ടേയിരിക്കും. കണ്ടോ, അവൻ അടിച്ച് കാര്യം പറഞ്ഞിരിക്കും. അതൊക്കെ കാണാൻ ഒരു രസമാണ്. എന്നാലും അവനും അതൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ അവനും പഠിക്കണ്ടല്ലോ, അവനും അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു സമയം പോണത് അറിയത്തില്ല. എന്നാലും
അങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറയുന്നുണ്ട് ചെയ്യലെന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത് കാണിച്ചിരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവൻ കിടന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ നല്ല മഴയൊക്കെ തോന്നുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. അത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നടന്നു വന്ന ശേഷം പിന്നെ അടുത്ത പാർക്കിൽ പോയി അവന്മാർക്ക് കളിക്കാനായിട്ട്. അപ്പോൾ ആദ്യം അവർ രണ്ടുപേരോട് നിന്നും ഇരുന്നൊക്കെ ഊഞ്ഞാലാടി. അതിനുശേഷം പിന്നെ എൻ്റെ കൂടെ പറഞ്ഞു മമ്മ വാന്ന്. അങ്ങനെ ഞാനും കൂടി പോയിരുന്നു ഊഞ്ഞാലെല്ലാം ആടിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയാനും ഒക്കെ നിങ്ങളെൻ്റെ വീഡിയോ കാണണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഞാനിപ്പോൾ ഇടാറില്ല. അപ്പം വരാം, ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്